വിദേശ രൂപം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ICF, അതിന്റെ മുഖപത്രം പ്രവാസി വായന എല്ലാവരുടെയും കൈകളിൽ എത്തിയിട്ടുണ്ടാകും അല്ലെ? പ്രവാസി വായന കാണാത്തവരാരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ് റൂമിൽ? പ്രവാസി വായന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചേ. കണ്ടവരെ എസ് അടിക്കാൻ പറഞ്ഞാൽ കൂടുതൽ എസ് വരും, അതുകൊണ്ടാണ് കാണാത്തവരെ എസ് അടിക്കാൻ പറഞ്ഞത്. ആരുമില്ലല്ലോ, എല്ലാവരും കണ്ട ആളുകളാണ്. കണ്ട ഒരൊറ്റ എസ് പോലും വന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒരെസ് വന്നിട്ടുണ്ട്, സാധു. അതെ, ഏതായാലും അതെ ഇൻഷാ അല്ലാഹ് കാണാത്തവരൊക്കെ ഒന്ന് കാണണം. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അതിന്റെ പ്രഥമ ലക്കം ഇറങ്ങിക്കഴിഞ്ഞു. കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലുമൊക്കെ വളരെ വ്യത്യസ്തമായ പുതിയൊരു ശൈലി അൽഹംദുലില്ലാഹ് എല്ലാ രംഗത്തും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, അല്ലെങ്കിൽ കാലെടുത്ത് വെച്ചതെല്ലാം വിജയകരമായി പരിണമിക്കുന്ന ഒരു മഹത്തായ തൗഫീഖ് അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിലും ഇതുപോലെ പ്രവാസി വായന എങ്ങനെ ലഭിക്കും? അത് സാധു സുഹൃത്ത് എവിടെയാണ് ഉള്ളതെങ്കിൽ അവിടെയുള്ള സംഘടന പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അത് ലഭിക്കും. നേരത്തെ തന്നെ അതിന്റെ വരിക്കാരെ ചേർക്കുന്ന പദ്ധതികളൊക്കെ നടന്നിരുന്നു. ഇനിയും അതിനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുള്ള സ്ഥലത്ത് അവിടെയുള്ള നമ്മുടെ സംഘടന നേതൃത്വമായി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ജിദ്ദയിൽ, മാഷാ അല്ലാഹ് ജിദ്ദയിലൊക്കെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ജിദ്ദയിൽ നമ്മുടെ സജീവ സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ജിദ്ദ. അപ്പൊ അവിടെയുള്ള അജ്മൽ മടവൂര് അല്ലെ, അതുപോലെ പലരും അവിടെയുണ്ട്. അപ്പൊ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അതേ ജിദ്ദയിൽ മർഹബ നമ്മുടെ ICFന്റെ ഓഫീസ് കൂടിയാണ്. ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കോപ്പികൾ ലഭിക്കും. ഒരു വർഷത്തേക്ക് വരി ചേരാനുള്ള അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ പങ്കാളികളാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ആ പ്രവാസി വായനയിൽ ധാരാളം കഴമ്പുറ്റ നല്ല ലേഖനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ ഒരു സന്ദേശം തന്നെയാണ്. വായന എങ്ങനെയാകണം? നമ്മുടെ മാസികയുടെ പേര് തന്നെ പ്രവാസി വായന എന്നാണല്ലോ. അൽഹംദുലില്ലാഹ്. വായനയുടെ പ്രസക്തിയെക്കുറിച്ച് ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇന്ന് വായന കുറെ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് വായിക്കാൻ ആർക്കും നേരമില്ലല്ലോ. എല്ലാവരും ടച്ച് സ്ക്രീനിന്റെ മുകളിലാണ്. എല്ലാവരും ഇന്ന് ടച്ച് സ്ക്രീനിന്റെ മുകളിലാണ്. പുതിയ പുതിയ മോഡൽ മൊബൈലുകളും സംവിധാനങ്ങളും ഒക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എപ്പോ നോക്കി, ഇപ്പൊ ശരിക്കും പലപ്പോഴും ചില സ്ഥലത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു, ചില വീട്ടിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഉച്ചകഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ വീടുകളിൽ ചെന്നു കഴിഞ്ഞാല് വീട്ടുകാര് ചെല്ലുന്ന അതിഥികളെ ഒന്ന് നോക്കാനോ കാണാനോ സ്വീകരിക്കാനോ സംസാരിക്കാനോ ഒന്നും തയ്യാറാകാറില്ല. കാരണം എന്താണ്? അവരൊക്കെ വീടിന്റെ ഉള്ളിലുള്ള ടെലിവിഷന്റെ മുമ്പിൽ, സീരിയലുടെ മുമ്പിൽ ചടഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ അത് വിട്ടുപോയാൽ, പോയിന്റുകൾ വിട്ടുപോയാൽ, കേൾക്കാൻ കഴിയാതിരുന്നാൽ, കാണാൻ കഴിയാതിരുന്നാൽ വലിയൊരു നഷ്ടമാകുമല്ലോ എന്ന് കരുതി ആരെങ്കിലും ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചാൽ പോലും ഒരുപക്ഷെ ഡോറ് തുറക്കാത്ത, അല്ലെങ്കിൽ അകത്ത് കടന്നു കഴിഞ്ഞാൽ അവരുമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല എന്ന് പലരും പരാതി പറഞ്ഞിരുന്നു. ഇന്ന് അതും കവച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ ആളുകൾ ഏത് റൂമിൽ ചെന്നാലും, ആരോട് ചെന്ന് സലാം പറഞ്ഞാലും, ആരെ കാണാൻ ചെന്നാലും അവരുടെയൊക്കെ കയ്യിൽ മൊബൈലാണ്. എല്ലാവരും ടച്ചാ, കൈകൊണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ സംസാരിച്ചാൽ പോലും സംസാരത്തിന് മറുപടി ഒരു ഭാഗത്ത് പറയുന്നുണ്ടാകും, അപ്പോഴും അവരുടെ കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റു വാട്സപ്പിലൂടെ, മറ്റ് സംവിധാനങ്ങളിലൂടെ. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ വായിക്കാൻ എവിടെ സമയം? അഥവാ വല്ല പ്രസിദ്ധീകരണങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ ചിലപ്പോ ഒന്ന് പേജുകൾ ഇങ്ങനെ ഒന്ന് മറിച്ചു നോക്കും. അവല് മുതൽ ആഖിർ വരെ ഒന്ന് ഇങ്ങനെ ഹെഡിങ് മാത്രം വായിച്ചു വിടുന്ന ഒരു സാഹചര്യം. പത്രം വായിക്കാൻ പോലും ആർക്കും സമയമില്ല. കാരണം ന്യൂസുകളൊക്കെ അപ്പപ്പോ അപ്ഡേഷനാണ്. വാട്സപ്പിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു, ഫേസ്ബുക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെന്തിന് പത്രം വായിക്കണം അല്ലെ? അങ്ങനത്തെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. പക്ഷെ അപ്പോഴും വായനയുടെ പ്രസക്തി ഒരിക്കലും അവസാനിക്കുന്നില്ല, കുറയുന്നില്ല സുഹൃത്തുക്കളെ. വായന ഒരു വലിയ കാര്യം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ മഹത്തായൊരു ആശയമാണ് വായന. ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ പരിവർത്തനത്തിന്റെ പടഹദ്ദനി മുഴക്കി
ധാർമ്മിക വിപ്ലവത്തിന്റെ വിസ്ഫോടനം മുഴക്കിയ പരിശുദ്ധ ഖുർആൻ ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് ഇഖ്റ വായിക്കണമെന്നായിരുന്നു. വെറുതെ വായിച്ചാൽ പോരാ, എന്തെങ്കിലും വായിച്ചാൽ പോരാ, കാണുന്നതെല്ലാം വായിക്കലല്ല. ചില ആളുകൾ പറയും ഞാൻ എന്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കും, എല്ലാം വായിക്കണം എന്ന് ചിലരിങ്ങനെ വലിയ ഭംഗി വാക്കുക അല്ലെങ്കിൽ പൊങ്ങച്ചം പറയാറുണ്ട്. അതല്ല ഇസ്ലാമിന്റെ ശൈലി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലമി അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതാണ് ഖുർആൻ പറഞ്ഞത് അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. ആ പ്രഖ്യാപനത്തിന് വലിയ പ്രസക്തിയുണ്ട് സുഹൃത്തുക്കളെ. വെറുതെ വായിക്കാനല്ല ഖുർആൻ പറഞ്ഞത്, വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. അപ്പൊ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുമ്പോ ആ രക്ഷിതാവിന്റെ പൊരുത്തമുള്ള വായനയെ ഉണ്ടാകാവൂ, അതിലെ ഇടപെടാവൂ. അവന്റെ പൊരുത്തമില്ലാത്ത തൃപ്തിയില്ലാത്ത വായനയിലേക്ക് ഒരാളും പോകാൻ പാടില്ല. വളരെ അർത്ഥവത്തായ ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും ഗുണം ലഭിക്കുന്ന, ഉപകാരം സിദ്ധിക്കുന്ന നല്ല വായനകളാണ് ഉണ്ടാകേണ്ടത്. തീർച്ചയായും അത്തരത്തിലുള്ള വായനകൾ കൊണ്ടേ ഈ സമൂഹത്തിന് നേട്ടമുണ്ടാകൂ, പുരോഗതി ഉണ്ടാകൂ, നമുക്ക് വ്യക്തിപരമായി, സാമൂഹികമായി, കുടുംബപരമായി വിജയമുണ്ടാകൂ എന്ന കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഇന്നിപ്പോ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളം അക്കാര്യത്തിൽ വളരെ മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. മലയാളം നമുക്കൊക്കെ അറിയാം ഇന്ന് എന്തെല്ലാം പ്രസിദ്ധീകരണങ്ങളാണ്, ഏതെല്ലാം ചാനലുകളാണ്, ഏതെല്ലാം തരത്തിലുള്ള വീക്കിലികളും അതുപോലെ തന്നെ മാസികകളും ഒക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികവും നമുക്കൊക്കെ അറിയുന്നത് പോലെ മനുഷ്യനെ പലതരത്തിലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മനുഷ്യനെ ധാർമ്മികതയുടെ, സദാചാരത്തിന്റെ, നീതിബോധത്തിന്റെ ഉത്തുംഗമമായ മേഖലകളിൽ നിന്ന് അവനും വേണ്ടാവൃത്തികളിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന വായനകളും പ്രസിദ്ധീകരണങ്ങളുമാണ് അധികവും നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ, സഹോദരിമാര് പലപ്പോഴും സമയം പാസ് ചെയ്യുന്നതിന് വേണ്ടി, സമയം പോക്കുന്നതിന് വേണ്ടി പലപ്പോഴും അവർ കണ്ടെത്തുന്ന വായനകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ കണ്ടെത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ പലപ്പോഴും വെറുതെ സമയം നഷ്ടപ്പെടുത്തുക എന്നതിനേക്കാളുപരി വേണ്ടാത്ത ചിന്തകളിലേക്കും അല്ലെങ്കിൽ അനാവശ്യമായ ചിന്താധാരകളിലേക്ക് മനുഷ്യനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അൽഹംദുലില്ലാ നമ്മുടെ മഹത്തായ ആദർശ പ്രസ്ഥാനം ധാരാളം പ്രസിദ്ധീകരണങ്ങൾ നമ്മുടേതായി തന്നെ ഉണ്ട്. അതിലിപ്പോൾ ആ പ്രസിദ്ധീകരണ രംഗത്തേക്ക്, ആ ലോകത്തേക്ക് പുതിയൊരു നവാതിഥി കൂടി കടന്നു വന്നു, പ്രവാസി വായന. അതുകൊണ്ട് തന്നെ വായന ഒരിക്കലും മരിക്കുന്നില്ല. വായിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്, വായനയിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്, അറിവ് നേടുന്നവരുണ്ട്. വായന വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ആ മഹത്തായ പ്രഖ്യാപനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഖ്യാപനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മഹാന്മാരായ സ്വഹാബത്ത്, അവരുടെ കാലശേഷം ജീവിച്ച താബിഈങ്ങൾ തീർച്ചയായും വിജ്ഞാന പ്രചരണ രംഗത്ത് വലിയൊരു സ്രോതസ്സായി അവർ പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിജ്ഞാനം തേടി, വിദ്യ അന്വേഷിച്ച് തങ്ങൾ പഠിച്ച വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച മഹാരഥന്മാരുടെ ചരിത്രം എമ്പാടും കാണാം. മഹാന്മാരായ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലശേഷം ഖിലാഫത്തിന്റെ പവിത്രമായ പാരമ്പര്യത്തിൽ നിന്ന് ഭരണാധികാരികൾ വഴിമാറി സഞ്ചരിച്ചുവെങ്കിൽ പോലും മുസ്ലിം ഭരണാധികാരികളായ ഫാത്തിമിയാക്കളും അതുപോലെ തന്നെ അമവിയാക്കളുമായ ഭരണാധികാരികളൊക്കെ തന്നെ ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ വിജ്ഞാന സമ്പാദനത്തിലും അതിന്റെ പ്രചരണത്തിലും വലിയ ശ്രദ്ധ പതിപ്പിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിലപ്പെട്ട ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രമെന്നല്ല, ലോക മാനവിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിജ്ഞാന സമ്പാദനത്തിനും അതിന്റെ പ്രചരണത്തിനും വേണ്ടി സമ്പത്ത് ചിലവഴിച്ചവരും അതിനുവേണ്ടി സമയം ചിലവഴിച്ചവരും കഠിനാധ്വാനം ചെയ്തവരും മുസ്ലിം ഭരണാധികാരികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പഴയ ഇസ്ലാമിക നാഗരികതകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വിവിധ രാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രാജ്യം ഭരിച്ച മുസ്ലിം ഭരണകർത്താക്കളായ ആളുകൾ അവരുടെ ഭരണമേഖലയിൽ അവർ ചെയ്ത ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് വലിയ ഗ്രന്ഥ ശേഖരങ്ങളായിരുന്നു, ഗ്രന്ഥാലയങ്ങളായിരുന്നു, ലൈബ്രറികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വിലപ്പെട്ട കനപ്പെട്ട ഒട്ടേറെ ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങളുടെ ശേഖരണം തന്നെ ധാരാളം ലൈബ്രറികളിലൂടെ, പ്രധാനപ്പെട്ട ലൈബ്രറികളിലൊക്കെ ഇന്നും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്ത് നടന്ന ആധുനികമായ പല യുദ്ധങ്ങളിലും അതിന്റെയൊക്കെ വിരോധികളായ ആളുകൾ യഥാർത്ഥത്തിലുള്ള ചരിത്രവും അറിവും പഠനവും സമൂഹത്തിലേക്ക് പകരരുത് എന്ന് ആഗ്രഹിക്കുന്ന വിജ്ഞാനത്തിന്റെ ദുഷ്ശക്തികളായ, അതിന്റെ ശത്രുക്കളായ ആളുകൾ അത്തരത്തിലുള്ള വിലയേറിയ ഗ്രന്ഥശേഖരങ്ങളും ലൈബ്രറികളും ഒക്കെ ചുട്ടു നശിപ്പിക്കുകയും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത ക്രൂരമായ കടന്നുകയറ്റങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മഹത്തായ ആ പാരമ്പര്യം, അതിന്റെ പ്രാധാന്യം വളരെ വിശാലമായി തന്നെ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മഹത്തായ കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും അതോടൊപ്പം തന്നെ നിരന്തരം ഇറങ്ങുന്ന മാസികകൾ, വാരികകൾ കൂടാതെ തന്നെ നമ്മുടെ സുന്നി പ്രസിദ്ധീകരണ രംഗത്ത് ഖനപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരായ ആളുകളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, ഇപ്പോൾ മഹാനായ താജുൽ ഉലമയെ കുറിച്ചുള്ള ഗ്രന്ഥം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഹൈവേ മാർച്ചിൽ നടന്ന പ്രഭാഷണം നമ്മൾ കേട്ടതാണ്. അതിന് ഇറക്കിയ ആദ്യത്തെ പതിപ്പ് പൂർണ്ണമായും വിറ്റ് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തെക്കൻ കേരളത്തിലൊക്കെ ഹൈവേ മാർച്ച് പോയ സമയത്ത് ആ ഗ്രന്ഥശേഖരണങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ ആളുകളെ സമീപിച്ചിരുന്നു. ധാരാളം ആളുകൾ സന്തോഷത്തോടുകൂടി അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. ആളുകൾ കൂടുതൽ വാങ്ങിയത് കൊണ്ട് തന്നെയാണല്ലോ അടിച്ചിറക്കിയ കോപ്പികൾ മുഴുവനും ചിലവായി, അഥവാ ഫസ്റ്റ് പതിപ്പ് മുഴുവനും ചിലവായി. ഇപ്പോൾ രണ്ടാമത്തെ പതിപ്പിന്റെ അച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിന് മുമ്പായി തന്നെ വളരെ നല്ല രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു, അറിയാൻ കഴിഞ്ഞു. അപ്പൊ തീർച്ചയായും നാം ആ രംഗത്ത് ഒട്ടും പിന്നിലല്ല. നല്ല കാര്യങ്ങൾ വായിക്കാനും പ്രചരിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് അതിന്റെ സന്ദേശം എത്തിക്കാനും നമ്മെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് ഹൈവേ മാർച്ച് ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജ്മൽ മടവൂര് നേരത്തെ അറിയിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ തത്സമയ പ്രക്ഷേപണം നമുക്ക് കിട്ടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിന് ശേഷം, ഹൈവേ മാർച്ച് ലൈവ് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്ർ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മറ്റുള്ള പരിപാടികളിലേക്ക് കടക്കാമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ലൈവ് വരുന്നത് വരെ അബു അമീൻ മൈക്കിലേക്ക് വരുമല്ലോ അല്ലെ? നമ്മുടെ അബു അമീൻ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം മൈക്കിലേക്ക് വരും. ലൈവ് എത്തിയാൽ നമുക്ക് അതിനുവേണ്ടി കാതോർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഖാദിമീങ്ങളായ എല്ലാ ആളുകൾക്കും അല്ലാഹു അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇൻഷാ അല്ലാഹ് അബു അമീനിലേക്ക് മൈക്ക് കൈമാറുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കണം. ഓരോ കമ്പനികൾ പ്രത്യേകമായ സ്ഥലങ്ങളിലൊക്കെയും ജോലി കിട്ടണമെങ്കിൽ തന്നെ ഇൻഷൂർ ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് ഗൾഫ് മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും ചെറിയവനെന്നോ വലിയവനെന്നോ പാമരനെന്നോ പണ്ഡിതനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടും കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷുറൻസ് എന്ന് നമുക്കറിയാം. ആകസ്മികമായ കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് സുരക്ഷിതത്വവും വിജയകരവുമായ വ്യവസ്ഥിതി എന്ന് കൊത്തിഘോഷിക്കപ്പെടുന്ന ഇൻഷുറൻസ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. സേവനത്തിന്റെ മേൽക്കുപ്പായത്തിനുള്ളിൽ
സ്വരൂപം ഒലിച്ചുവെക്കുന്ന മുതലാളിത്ത ചൂഷണത്തിന്റെ പ്രതീകമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ പലിശയും ചൂതാട്ടത്തിന്റെയും മറ്റു അനിസ്ലാമികമായ കാര്യങ്ങളുടെയും സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് വരെ പലവരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെയും അതിന്റെ ചില ഭൗതികമായ വശങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഷുറൻസ് കൊണ്ടുവരുന്നത് ഒരു അലസതാ മനോഭാവം വരുന്നുണ്ട്. അതിന്റെ ഒരു ധാർമ്മികമായ വശത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അലസതാ മനോഭാവം, അതായത് എനിക്ക് എന്റെ ജീവന് എനിക്ക് അപകടം പറ്റിയാൽ ഇൻഷുറൻസ് കിട്ടും, അതല്ലെങ്കിൽ എന്റെ കട കത്തിപ്പൊരിച്ചാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടും എന്ന ധാരണ മനുഷ്യനെ ഒരു അലസത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്റെ ശ്രോതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ, എനിക്ക് എന്റെ കട കത്തിപ്പൊരിക്കുന്നതിൽ, എന്റെ വാഹനത്തിന് അപകടം പറ്റുന്നതിൽ എനിക്കൊരു വേജാറുമില്ല. കാരണം എന്താ, ഇൻഷുറൻസ് കിട്ടുമല്ലോ എന്നൊരു ധൈര്യം ഇവനെ പിടികൂടുകയാണ്. അപ്പൊ ഒരു അലസതാ മനോഭാവം ഇവനെ ഇൻഷുറൻസ് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ വിശദീകരിക്കാനുണ്ട്. ചില ഭാഗങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചു പോകുകയാണ്. ഒന്ന്, പരസ്പര സ്നേഹം ഇല്ലാതെയാക്കുക എന്ന വലിയൊരു പ്രശ്നം ഇൻഷുറൻസിലുണ്ട്, അല്ലേ? നോക്കൂ നിങ്ങൾ, ഇപ്പൊ എന്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്, അത് ഒരാളുടെ ദേഹത്ത് തട്ടിയാൽ, ശബ്ദം ഓക്കല്ലേ? ഹലോ, ശബ്ദം കേൾക്കുന്നില്ലേ? നോക്കൂ, ഇൻഷുറൻസിന്റെ അവിടെ ഇപ്പൊ എന്റെ വാഹനം മറ്റൊരാളുടെ ദേഹത്ത് തട്ടി അവനിക്കെന്തെങ്കിലും പരിക്കു പറ്റിയാൽ എന്താ ഞാൻ പറയുന്നത്? കേസായിക്കോ, നീ അത് കേസായിക്കോ, എനിക്ക് ഇൻഷുറൻസ്, കേസായിക്കോ എന്ന് പറഞ്ഞ് ഇവന്റെ വഴിക്ക് പോകുകയാണ്. നേരെ മറിച്ച് ഇൻഷുർ ഇല്ലെങ്കിലോ, എന്റെ ഒരു സുഹൃത്തിന് അപകടം പറ്റിയിട്ടുണ്ട്, അല്ലേ? അവന് എന്ത് വേണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം, അവനിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം പോലത്തെ ചിന്തകളിൽ നിന്നെല്ലാം ഇൻഷുറൻസ് മനുഷ്യനെ വഴിതിരിച്ചു വിടുകയാണ്. അപ്പോൾ കാരണം പലപ്പോഴും പല അപകടങ്ങളിലും കാണാം. ഈ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ, നീ അത് കേസാക്കിക്കോ, എനിക്കൊരു വിഷയവുമില്ല, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പരസ്പര സ്നേഹത്തിന് തുരങ്കം വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇൻഷുറൻസ് എത്തുന്നുണ്ട്. പിന്നീടോ നോക്ക് നിങ്ങൾ, പോളിസി ഉടമ, അതിന്റെ ഓരോ ഭാഗങ്ങളും ഇതിനൊരുപാട് സെക്ഷനുകളുണ്ട്. നോമിനേഷൻ, പോളിസി, ഇൻഷെയ്ഡ്, പ്രീമിയം എന്നൊക്കെയും പറഞ്ഞ് ഇതിന്റെ ഓരോ കമ്പനിക്കാർ ഓരോ വകുപ്പിന് നൽകുന്ന പേരുകൾ, ആ പേരുകളുടെ ഉദ്ദേശം എന്താണെന്ന് കൂടി സാധാരണക്കാർക്ക് തിരിയുമ്പോഴാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവുക. അപ്പൊ ഞാനൊരു ഇൻഷുർ ചെയ്ത വ്യക്തിയാണെങ്കിൽ എന്റെ മക്കൾ വരെ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? വാപ്പ പെട്ടെന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷൂറിന്റെ കായ് വലിയൊരു സംഖ്യ കിട്ടിയിരുന്നു, ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാമായിരുന്നു എന്ന ചിന്തയിലേക്ക് പോളിസി ഉടമയുടെ അവകാശികളെ ഈ ഇൻഷൂർ ചെയ്തവന്റെ മരണശേഷമുള്ള അവകാശിയെ ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം മനുഷ്യന് ഇവിധ സുഖകരമായി ജീവിക്കണം എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്ത. ഞാൻ അതിനൊരു ചെറിയ ഉദാഹരണം, കാര്യങ്ങൾ എല്ലാവരും ഇൻഷൂറുമായി ബന്ധപ്പെടുന്നവരായതുകൊണ്ട് അതിന്റെ ഒരു ധാർമ്മികമായ വശമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടിലുള്ള രണ്ടു അഗതികളാവുന്ന പാവപ്പെട്ടവരായ രണ്ടു രക്ഷിതാക്കന്മാർ. അതിൽ ഒരു രക്ഷിതാവിന് ഏകദേശം ഒരു 9ഓളം മക്കളുണ്ട്, ഒരു രക്ഷിതാവിന് ഒരു 5 മക്കളുമുണ്ട്. ചുരുക്കത്തിൽ ഈ 9ഓളം മക്കളുള്ള പിതാവ് മരിക്കുകയാണ്. ഈ പിതാവ് മരിച്ച് ആ മക്കളൊക്കെയും വളരെ ചെറുപ്രായമാണ്, യത്തീം മക്കളാണ്. അവരുടെ അവസ്ഥ കണ്ട് എന്ത് ചെയ്യുകയാണ് നാട്ടുകാർ എല്ലാവരും? ആ യത്തീം മക്കളാവുന്ന ചെറുമക്കളെ എല്ലാവരും സോപ്പും വസ്ത്രവും അരിയും മറ്റു പല ഉപകാരപ്രദമായ കാര്യങ്ങളും ചെയ്ത് സഹായിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഈ 5 മക്കളുള്ള ഈ രക്ഷിതാവിന്റെ മക്കൾ പറഞ്ഞൊരു വാക്ക് ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അതെന്താ?
നമ്മുടെ വാപ്യം മരിച്ചിക്കണമെങ്കിൽ നമുക്ക് ഇതേമാതിരി സുഖമായി ജീവിക്കാമായിരുന്നു. ഒരു മനുഷ്യന്റെ ഒരു ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും ഓരോരുത്തരുടെയും ഒരു ചിന്ത എന്താ? വാപ്പ മരിച്ചാലും ശരി, ആര് മരിച്ചാലും ശരി, നമുക്ക് സുഖമായി ജീവിക്കണം. ആ യത്തീം മക്കൾക്ക് നാട്ടുകാർ സഹായിക്കുന്നത് കണ്ട് ഈ മക്കൾ എന്താ വിചാരിക്കുന്നത്? ഈ ഉപ്പയുള്ള കാരണം ഉപ്പാക്ക് വേണ്ടതുപോലെ വരുമാനമില്ല, ഉപ്പാക്ക് വേണ്ടതുപോലെ ജോലിയില്ല, അത് കാരണം നമ്മെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉപ്പയും മരിച്ചിക്കണമെങ്കിൽ അവർക്ക് കിട്ടും പോലെ നമുക്കും കിട്ടുമായിരുന്നു എന്ന ചിന്തയിലേക്ക് ഈ മരിക്കാത്ത പിതാവിന്റെ മക്കളെ എത്തിച്ച സംഭവം ഇന്നും ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടത്, ഈ ഇൻഷുറൻസ് കൊണ്ട്, അപകട ഇൻഷുറൻസ് കൊണ്ടൊക്കെയും വരുന്നൊരു കാര്യം എന്താ? വാപ്പ മരിച്ചാൽ നമുക്ക് സുഖമായി ജീവിക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് പോളിസി ഉടമയുടെ അവകാശികളെ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെയും അതിന്റെ ഒരു ധാർമ്മികമായ വശമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആലാന്റെ ഖളാ ഖദറുമായുള്ള ഒരു ബന്ധം അവനിക്കില്ലാതെയായി പോകുന്നുണ്ടോ? കാരണം ഒരു അപകടം പറ്റുമ്പോ റബ്ബേ ജിന്നെ രക്ഷിക്കണേ എന്നുള്ള നല്ലൊരു മനസ്സ്, എപ്പോഴും അള്ളാഹുമായുള്ള ഒരു അഭേദ്യമായ ബന്ധം, എനിക്ക് അപകടങ്ങളൊന്നും വരുത്തരുത്, എന്റെ കച്ചവടത്തിൽ നഷ്ടങ്ങളൊന്നും വരുത്തരുത്, എന്റെ കച്ചവടം സുരക്ഷിതത്വമാക്കണേ. പക്ഷേ ഒരു ഇൻഷൂർ ചെയ്തവന് അങ്ങനെ ഒരു ചിന്തയില്ല. ആയിക്കോട്ടെ, എന്താച്ചായിക്കോട്ടെ, എന്ത് അപകടം പറ്റിയാലും, കട കത്തിപ്പൊരിച്ചാലും, കള്ളൻ കടന്നാലും, എന്ത് സംഭവിച്ചാലും, വാഹനം പോയി ഇടിച്ചാലും എല്ലാം ഇൻഷൂർ കിട്ടും എന്നുള്ള ഒരു തോന്നലിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഇൻഷൂറിനെ ന്യായീകരിക്കുന്ന ചില ആളുകൾ, അത് ഹറാമാണ്, അതൊക്കെ ഞാൻ അതിലേക്ക് കടന്നു വരാം. ഇൻഷൂറിനെ ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ട്. അവര് കച്ചവടം നടത്തി ലാഭമാണ് വീൽ ചെയർ ആവശ്യമുണ്ട്, ചികിത്സയിലാണ്, എവിടേക്ക് പോകും? ഞാൻ പാവപ്പെട്ടവനാണ്, ഒരു വീൽ ചെയർ വാങ്ങണമെങ്കിൽ 3000 രൂപയോ 4000 രൂപയോ വേണം, വീട്ടിൽ ഉപയോഗിക്കാൻ ഹോസ്പിറ്റലിലെ വീൽ ചെയർ ലഭിക്കില്ല, ഞാൻ എവിടേക്ക് പോകണം? വരൂ നിങ്ങൾ SOSന്റെ സ്വാന്തനം ക്ലബിലേക്ക്, അവിടെ വീൽ ചെയർ ഉണ്ട്. ചില ആളുകൾക്ക് നേരെ നടക്കാൻ വയ്യ എങ്കിൽ അവർക്ക് ഊന്നുവടിയായി 1342 കേന്ദ്രങ്ങൾ വന്നു കഴിഞ്ഞു, നിലവിൽ വന്നു കഴിഞ്ഞു. ഈ കേന്ദ്രങ്ങളിലെല്ലാം വീൽ ചെയറുകളും ഹോസ്പിറ്റലുകളിലും സ്റ്റിക്കുമൊക്കെ സംവിധാനിച്ച് പ്രാഥമികമായ ആരോഗ്യത്തിനു വേണ്ട മരുന്ന് സൗജന്യമായി കൊടുത്ത് ചിലയിടങ്ങളിൽ ഡയാലിസ് ചെയ്യേണ്ടവർ അവരെ ഏറ്റെടുക്കാൻ SOS ഉണ്ട്. ചിലയിടങ്ങളിൽ ദൈനംദിനം രോഗമുള്ള ആളുകൾക്ക് സ്ഥിരമായി മെഡിസിൻ കഴിക്കണം, അവർക്ക് ഹെൽത്ത് കാർഡുകൾ കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സമ്പന്നരായ ആളുകളുടെ സമക്ഷത്തിലേക്ക് SOS കടന്നു ചെന്നു? നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ തന്ന സമ്പത്ത് നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് സമ്പത്ത് തന്നെങ്കിൽ നിങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു? എന്ന ഗ്രാമത്തിൽ പാവപ്പെട്ടവർ പ്രയാസപ്പെടുന്നു, അവർക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട്, അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഞാൻ കൈകെട്ട് സ്നേഹത്തോടെ നിങ്ങൾ തരുന്നുവെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങളത് വിനിയോഗിക്കും. അതെന്തിനു വേണ്ടി? സ്വന്തം കീശയിലേക്കല്ല. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. ഗവൺമെന്റിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്, ശ്ലാഘനീയമാണ്. അത് മതിയായി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല, സർക്കാരിനും അഭിപ്രായമില്ല. ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട്. ആ സർക്കാരിന്റെ സംവിധാനങ്ങളെ കൊണ്ട് മാത്രം ഇവിടെയുള്ള ജനങ്ങൾക്ക് നിലവിൽ സ്വാതന്ത്ര്യം പൂർണ്ണമാകില്ല എന്ന് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ക്രിയാശേഷിയുള്ള യൗവനത്തെ ഞങ്ങൾ ഗ്രാമങ്ങളിലിറക്കുന്നു, സമൂഹത്തിന്റെ മുന്നിൽ കൈ നീട്ടാൻ അവരെ
പരിശീലിപ്പോൾ സമ്പന്ന ആളുകൾ മറ്റു സംവിധാനങ്ങൾ വന്നു. ചില ആളുകൾ അതേ ഡയാലിസിസ് ഏറ്റെടുത്തു. ആ നിലക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒന്നല്ല, രണ്ടല്ല, 100 ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കേരളത്തിലെ മതപരമുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊരു സങ്കുചിതത്വം ഞങ്ങൾ ഇരിക്കുന്നവരാണ്, ആ പാരമ്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും മനുഷ്യരാണെന്ന പരിഗണനയാണ് ഞങ്ങൾക്കുള്ളത്. മതത്തിന്റെ ഉള്ളിലുള്ളവർ, മതത്തിന് പുറത്തുള്ളവർ, പ്രസ്ഥാന ബന്ധുവാവട്ടെ, പ്രസ്ഥാനത്തിന് എതിരാവട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പ്രസ്ഥാന എതിരാളികളോട് കലുഷം കൂടണമെന്നുള്ള ഒരു നിർദ്ദേശം ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ഞങ്ങൾക്ക് തരാറില്ല. അങ്ങനെ ഒരു അജണ്ട ഞങ്ങളുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കുന്ന നാടിന് വേണ്ടി സേവനം ചെയ്യാൻ സന്നദ്ധമായി സാന്ത്വനം വളണ്ടിയേഴ്സും സാന്ത്വനം ക്ലബ്ബുകളും കേരളത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് ഇവിടെയുള്ള പണക്കാരുടെ കൈകളിലെ പണത്തെ വികേന്ദ്രീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ രാജ്യത്തിലെ അംബാനിമാരുടെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൈകളിലുള്ള പണത്തെ നമുക്ക് സർക്കാരിന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വികേന്ദ്രീകരിക്കാൻ പറ്റുമെങ്കിൽ അത് ഇവിടെയുള്ള ദരിദ്രരായ ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. ഒരു പറ്റം വലിയ സമൂഹത്തെ തന്നെ ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ച് കരകയറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു ആശയത്തെ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. സ്നേഹങ്ങൾ ദേശത്തിന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവനോട് മികപൂർവ്വം ഇടപെട്ട് മനുഷ്യകുലത്തിനു വേണ്ടി സേവനത്തിന്റെ മനസ്സ് വെച്ചുകൊണ്ട് സമർപ്പിത യൗവനം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. നിങ്ങൾക്കറിയുമോ, ഈ മഹത്തായ യാത്ര 6-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു. ആ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഇരുട്ടിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് വിവിധ പ്രദേശങ്ങളിൽ രാജ്യത്തിനു വേണ്ട ഒരുപാട് സേവനങ്ങൾ നിർവഹിച്ചിട്ടാണ് യാത്ര എത്തിച്ചേരുന്നത്. താമരശ്ശേരി കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശത്തിലെ ഒരു പട്ടണമാണ്, ഒരങ്ങാടിയാണ്, ഒരു ടൗൺ ആണ്. അവിടെ സർക്കാർ ആശുപത്രിയുണ്ട്. സർക്കാർ ആശുപത്രിയുടെ കഥകൾ ചിലപ്പോൾ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. മെഡിക്കൽ കോളേജിലെ അതെ ടെറസിന്റെ മുകളിൽ നിന്ന് അടർന്നു വീണ പാളി വീണ് രോഗിക്ക് പരിക്കു പറ്റിയതിന്റെ വാർത്ത വായിക്കേണ്ടി വന്ന ഗതികേടാണ് കേരളക്കാരായ നമുക്കുണ്ട്. എന്തു ചെയ്യാൻ, സഹിക്കാതെ നിവൃത്തിയില്ല. ആ സഹനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹിച്ചു മാത്രം പോയാൽ പോരാ, ക്രിയാത്മകമായി ഇടപെടാനുള്ള കരുത്ത് നമുക്ക് വേണം. സർക്കാരിന്റേതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല. ഇടപെടാനുള്ള അവസരം സർക്കാർ അനുവദിച്ചു തരുന്നുണ്ട്. ആ അനുവദിച്ചു തരുന്ന അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള കരുത്ത് രാജ്യത്ത് ജീവിക്കുന്ന പുതിയ സമൂഹത്തിനുണ്ടാകണം. SOS അത് തിരിച്ചറിഞ്ഞു. താമരശ്ശേരിയിലെ ചിൽഡ്രൻസിന്റെ കുട്ടികളുടെ വാർഡ് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് നവീകരിച്ച് പൂർത്തിയാക്കി രാഷ്ട്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്. ഈ യാത്രക്കിടയിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയും അങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതൊന്ന് ഇന്നലെ വടകര എത്തിയപ്പോ ആ വടകരയിലെ താലൂക്ക് ആശുപത്രി, ആ ഗവൺമെന്റ് ആശുപത്രിയിലെ 2 വാർഡുകൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്നതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില അറ്റകുറ്റപ്പണികൾ മാത്രമല്ല, അത് പൂർണ്ണമായി നവീകരിക്കുകയും അവിടെ വേണ്ട സംവിധാനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കൊടുക്കുകയും 5 വർഷക്കാലം അതിന്റെ മെയിന്റനൻസ് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇതൊരു സർക്കാർ അല്ല, പിന്നെയോ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരോട് സ്നേഹം കാണിക്കാൻ വിശാലതയുള്ള ഒരു സംഘചേതനയുടെ കരുത്തുറ്റ ഇടപെടലാണ്. സാർത്ഥക മുന്നേറ്റമാണ്. നന്മയ്ക്ക് വേണ്ടി, അതെ സന്തോഷത്തിനു വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ അവസാനിക്കുന്നതല്ല. നമ്മൾ പരിയാട് മെഡിക്കൽ കോളേജിൽ പോയാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ, ഇനി മറ്റു മെഡിക്കൽ കോളേജുകൾ കണ്ണൂർ ജില്ലയിലേത് പോയി നോക്കിയാൽ അവിടെ സേവനം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. 24 hours ശമ്പളം വാങ്ങിയിട്ടല്ല സഹായിയിൽ നിങ്ങൾ നോക്കൂ, തണലിൽ നിങ്ങൾ പോയി നോക്കൂ. അവിടെ പോയാൽ 24 മണിക്കൂർ ജോലികൾക്കിടയിൽ നിന്ന് ചില ദിവസങ്ങൾ ലീവെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാന നായകന്മാരുടെ സ്നേഹമുള്ള വാക്ക് സ്വീകരിച്ച് ഞങ്ങളുണ്ട്. യൗവനത്തിന്റെ തലത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് സമർപ്പണത്തിന്റെ മനസ്സ് പകർന്നു തന്നത് നിങ്ങളാണ്. മനുഷ്യർക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി, നന്മയ്ക്ക്
വേണ്ടി ആ നല്ല ആശയങ്ങൾ ഞങ്ങളുടെ നെഞ്ചകത്തോട് ചേർത്ത് വെച്ച് പഠിപ്പിച്ചു വന്ന പ്രിയപ്പെട്ട നേതൃത്വമേ, ഞങ്ങളെ ജോലി ഞങ്ങൾ മാറ്റിവെക്കാം, ഞങ്ങൾ ചില ദിവസങ്ങൾ ഒഴിവ് കണ്ടെത്താം, എന്നിട്ട് മാറിയിട്ട് ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന പാവം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഒരു 5 കാശ് സാലറി വാങ്ങാതെ, സഹായം വാങ്ങാതെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അവർ ചെറിയ സേവനമല്ല ചെയ്യുന്നത്. യൗവനത്തിന്റെ ക്രിയാത്മകമായ ശേഷി ഉപയോഗപ്പെടുത്തി രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യമക്കൾക്ക് വേണ്ടിയുള്ള സമർപ്പണം, സമർപ്പിത യൗവനം. ഇതാണ് SYSന്റെ മാർഗം. കഴിഞ്ഞിട്ടില്ല സഹായി വാദിസെല്ലാം പരിശോധിക്കൂ നിങ്ങൾ. മെഡിക്കൽ കോളേജിൽ അവിടെ എല്ലാ ദിവസവും വളണ്ടിയേഴ്സ് ആണ്. 200-ലേറെ സേവന സന്നദ്ധരായ ആളുകൾ ദിവസങ്ങൾ എല്ലാ ദിവസവും ഒരുപാട് പ്രവർത്തകന്മാർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചില ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം, കേരളമടക്കം രോഗാതുരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ മാന്യത അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, രോഗാതുരമായ കേരളത്തെയാണ് നമ്മൾ കാണുന്നത്. കിഡ്നി പേഷ്യന്റ് എത്ര ലക്ഷങ്ങളാണ് എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതിലും അപ്പുറത്താണ്. ക്യാൻസർ ബാധിച്ചവർ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കാലമാണിത്! ആ കാലത്ത് ഇവർക്കെല്ലാം വേണ്ട ചികിത്സ പോലും കൊടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് നമ്മുടെ സംവിധാനങ്ങൾ പോലും എത്തിപ്പെട്ടു നിൽക്കുന്നത്. ഏതാണ് രോഗമെന്ന് നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത, വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് എനിക്കോർമ്മയുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ഒരു 13-കാരന്റെ ചിത്രം ഞാൻ കഴിഞ്ഞയാഴ്ച കണ്ടു. ആ 13-കാരൻ കൊല്ലത്തുകാരനാണ്. ആ 13-കാരൻ ബുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ 2 കൈകളും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, 2 കാലുകളും വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്, ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി പല ടെസ്റ്റുകളും നടത്തി. രോഗം എന്ത് എന്ന് നിർണ്ണയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ക്ഷീണമാണ് ആ കുട്ടിക്ക്. എപ്പോഴാണാവോ ഈ വ്രണം ശരീരമാസകലം മൂടിയിട്ട് മൂല്യമുള്ള ആ കുട്ടിയുടെ ജീവനെ അപഹരിക്കുന്നത് അറിയില്ല. അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ എന്ന് നമുക്ക് സ്നേഹത്തിന്റെ മനസ്സോടെ പ്രാർത്ഥിക്കുക. സഹോദര, ആ കുട്ടിയുടെ അസുഖം എന്ത് എന്ന് നിർണയിച്ചു വെക്കാൻ പോലും കഴിയാത്ത കാര്യം ദിവസം 2 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഇങ്ങനെയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരുമ്പോ 500 രൂപയാണ് അതിന് ഫീസ് കൊടുക്കേണ്ടത്. വളരെ നിരാലംബനായി കിടക്കുന്ന മനുഷ്യൻ, നിവൃത്തിയില്ലല്ലോ, കിഡ്നി വീക്കായിട്ടുണ്ട്, ഇനി മരിക്കുവോളം ഡയാലിസ് ചെയ്യലേ നിവൃത്തിയുള്ളൂ. അതുവരെ അങ്ങനെ പോകേണ്ടത് അനിവാര്യമാണ്. വളരെ ദുഃഖകരമായ ഒരു ജീവിതം. ആ ജീവിതത്തിലേക്ക് ബന്ധപ്പെട്ടുപോയ കൂട്ടുകാരൻ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ദരിദ്രനാണെങ്കിൽ 250 രൂപ അവിടുന്ന് റിഡക്ഷൻ കൊടുക്കും. അത് സർക്കാരിന്റെ ഔദാര്യമാണ്. എങ്കിൽ അടുത്ത ബാക്കി 250 എവിടെ നിന്ന് കിട്ടും എന്നാണ് ആ പാവം മനുഷ്യൻ ആലോചിക്കുന്നത്. അപ്പോഴാണ് സഹായിയുടെ കേന്ദ്രം തുണയായി എത്തുന്നത്. നിങ്ങൾ 250 രൂപയില്ലാത്തതിന്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡയാലിസ് ചെയ്യാതെ തിരിച്ചു പോകരുത്. നിങ്ങൾ ഞങ്ങളെ കൂടെ ജീവിക്കുന്ന മനുഷ്യനാണ്, ഞങ്ങളെ പ്രസ്ഥാന ബന്ധുവാണോ എന്നല്ല ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മെമ്പറാണോ? ഇതാണ് ഞങ്ങൾക്ക് നോക്കാനുള്ളത്. വരൂ, നിങ്ങൾക്ക് 250 രൂപ ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈനംദിനം 100 കണക്കിന് അതേ പാവപ്പെട്ട രോഗികൾ സഹായിയുടെ സഹായഹസ്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് കടന്നുപോകുകയാണ്. ഇൻഷാ അല്ലാഹ് ലക്ഷങ്ങൾ ഞങ്ങൾ സംഭരിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർണ്ണമായി സൗജന്യമായി ഒരു ഡയാലിസിസ് കേന്ദ്രം തുടങ്ങാൻ വേണ്ടിയാണ്. സഹായിയുടെ കേന്ദ്രത്തിൽ അടുത്ത ഭാവിയിൽ അത് വരാനിരിക്കുന്നു എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് നിങ്ങൾ പലപ്പോഴും പോയിട്ടുണ്ട്. RCCയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ശ്രീ ചിത്തിര മെഡിക്കൽ കോളേജിനെ കണ്ടിട്ടുണ്ട്. ആ കണ്ടയാളുകൾക്ക് അറിയാം, റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് വരുന്ന പാവം മനുഷ്യർ
അന്തിയുറങ്ങാനും വിശ്രമിക്കാനും കേന്ദ്രമില്ലാതെ പെടാപ്പാടുപെടുകയാണ്. ഫ്ലാറ്റിലേക്ക് പോകാൻ കാശ് കയ്യിലില്ല. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും റൂം എടുക്കാമായിരുന്നു. പക്ഷേ നിവൃത്തിയില്ല, പണമില്ല. ആ ഒരു ദുഃഖത്തെ തിരിച്ചറിയുന്നു. നൂറുകണക്കിന് രോഗികളുണ്ട്. അങ്ങനെയുള്ള രോഗികൾ SYS അത് തിരിച്ചറിയുന്നു. SYS അത് കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. നമുക്കറിയാം ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നായകത്വം, ആ നായകത്വം അത് തിരിച്ചറിഞ്ഞു. 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അനന്തപുരിയുടെ വിരിമാറത്ത് ഈ മഹത്തായ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു ഭവനമുണ്ടാക്കാൻ സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ പണമുള്ള ഭൂമിയെ വാങ്ങിയിരിക്കുന്നു. ആർക്കു വേണ്ടിയ? ഖമറുൽ ഉലമയുടെ വീട്ടിന് വേണ്ടിയ അല്ല. സുന്നി യുവജന സംഘത്തിന്റെ പണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ ഒരു ഭവനമുണ്ടാക്കും ഇൻഷാ അല്ലാഹ്. അത് 60ാം വാർഷികത്തിന്റെ ഒരു ബാക്കിപത്രമാണ്. കോർപ്പറേഷനിൽ ഞങ്ങൾ അതിനു വേണ്ട നിയമപരമായ കാര്യങ്ങൾ പ്ലാൻ വരച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. സാങ്ഷൻ എപ്പോൾ ലഭിക്കുന്നുവോ ഞങ്ങൾ അന്ന് പണി തുടങ്ങും. അതാർക്കു വേണ്ടിയാണ്? SYSകാർക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യമക്കൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് സമർപ്പിത യൗവനം അരിച്ചു പൊറിക്കപ്പെടുന്ന അതേ